1985 ആദ്യ ചിത്രം പുറത്തിറങ്ങിയത്. 3 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു തൂണിൽ ചുറ്റപ്പെട്ട മാലബൾബുകൾക്കിടയിലൂടെ നിരങ്ങിയിറങ്ങുന്ന രംഗം വളരെയധികം പ്രശസ്തി ആർജിച്ച ഒന്നായിരുന്നു. ബ്രൂസ്ലിയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കത്തക്ക അളവിൽ ജാക്കി ചാൻ അന്ന് വളർന്നിരുന്നു. യുവാക്കൾ പലരും ജാക്കി ചാൻ സ്റ്റൈൽസ് അനുകരിക്കാൻ മത്സരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആർമർ ഓഫ് ഗോഡ് എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. പല സിനിമകളുടെ സെറ്റിൽ വെച്ചും മരണത്തെ മുന്നിൽ കണ്ട അവസ്ഥകൾ ജാക്കിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനിയായിരുന്നവൻ പതിയിരുന്നത് ആർമർ ഓഫ് ഗോഡിന്റെ സെറ്റിൽ ആയിരുന്നു എന്ന് തോന്നുന്നു. യൂഗോസ്ലേവിയയിലായിരുന്നു ഷൂട്ട്. 5 മീറ്ററോളം ഉയരമുള്ള മതിലിൽ നിന്ന് അടുത്തുള്ള മരത്തിലേക്ക് ചാടണം. ഒരുക്കങ്ങൾ പൂർത്തിയായി ടേക്ക് പോയി. അദ്ദേഹം ചാടി. കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെ സീൻ വർക്കൗട്ട് ചെയ്തു. പക്ഷേ ജാക്കി ആ സീനിൽ സംതൃപ്തനാവാതെ റീടേക്ക് പറഞ്ഞു. ഡയറക്ടറും ജാക്കി തന്നെ ആയതുകൊണ്ട് ആർക്കും എതിർക്കാൻ കഴിയില്ലല്ലോ. വീണ്ടും മതിലിൽ കയറി ഓടി വന്നു, ചാടി. മരക്കൊമ്പിൽ പിടുത്തമിട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ മരക്കൊമ്പ് ഒടിഞ്ഞു പോന്നു. ജാക്കി താഴെ പാറക്കല്ലുകൾക്ക് മുകളിലേക്ക് വീണു. വീഴ്ചക്കിടയിൽ പാറയിൽ തലയിടിക്കവേ ഒരു പാറക്കല്ല് തലയോട്ട് തുളച്ചുള്ളിൽ കയറിയിരിക്കുന്നു. സെറ്റിൽ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. ഉടനെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഓടിയെത്തി അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി. ആശുപത്രിയിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്ന